ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നോമ്പ് തുറ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തേങ്ങാമുറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി ഇട്ടൊന്ന് ജസ്റ്റ് വാട്ടിയെടുക്കുക. അതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 പച്ചമുളക് മുറിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, അതെല്ലാം കൂടി വന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ഇറച്ചി ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് ഈ മസാലയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ജസ്റ്റ് ഉടച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. അതൊക്കെ ഒന്ന് ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് 2 കോഴിമുട്ടയും കുറച്ച് മൈദപ്പൊടിയും എടുത്ത് ഒന്ന് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക. പിന്നെ 4 ബ്രെഡും കൂടി മിക്സിയിലിട്ടൊന്ന് നല്ലോണം പൊടിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് മൈദാമാവിൽ മുട്ടനൊന്ന് ഇതുപോലെ കുഴച്ചെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പരത്തുന്നേരോ മുട്ട ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കുറച്ചും കൂടി മസാല എടുത്തിട്ട് ആ മുട്ടൻ്റെ മുകളിൽ അതൊന്ന് നല്ലോണം ഉരുട്ടിയെടുത്ത് നമ്മൾ നേരത്തെ അടിച്ച് വെച്ച ഈ മുട്ടൻ്റെ കോട്ടിങ്ങിലേക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ആയതിന് ശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ചതിലും കൂടി നല്ലോണം മിക്സ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലോണം ഒന്ന് ഉരുട്ടിയെടുക്കുന്നത്. അതുപോലെ എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ച് അതൊന്ന് ചൂടാക്കി എടുക്കുക. അതൊന്ന് ചൂടായാൽ ഈ തേങ്ങാമുറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം. അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ പൊരിക്കണേ. അപ്പോൾ അങ്ങനെ എല്ലാം അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ മുറിച്ച് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ അത് തേങ്ങാമുറിയാണെന്ന് തോന്നാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, മുട്ട കേക്ക് ഉണ്ട്, പിന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ തേങ്ങാമുറി ഉണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.